അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു FB പോസ്റ്റിന്റെ താഴെ ചില കമന്റുകൾ വരികയുണ്ടായിരുന്നു. ആ കമന്റുകൾ അധികം പേരും ആ വിഷയം ശരിക്ക് പഠിച്ച് ഉൾക്കൊള്ളാതെ മനസ്സിലാക്കാതെയാണ് അവരുടെ കമന്റുകൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി തരുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. ഒന്നാമതായിട്ട് പല ആളുകളും ചോദിക്കുന്നത്, എവിടെയാണ് ഉസ്താദ് സേട്ടുമാർക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ അവതരിപ്പിക്കുമ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ഉസ്താദ് പറഞ്ഞതിനെ ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ടല്ലോ. അതിനുശേഷമാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. എന്തായാലും നമുക്ക് ഉസ്താദ് പറഞ്ഞതിന് മുഴുവനായിട്ടൊന്ന് കേൾക്കാം. ഏത് സേട്ടുമാരുടെ വിഷയത്തിൽ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ നമുക്ക് മുഴുവനായിട്ടൊന്ന് കേൾക്കാം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമുക്കറിയാം, നമ്മുടെ നബിദിനത്തിന്റെ അന്ന് ഘോഷയാത്ര കഴിഞ്ഞൊരു മൗലിദ് കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾ ഒരു 100-300 കുട്ടികളാണ് മനസ്സിൽ. ആ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ കുറച്ച് രക്ഷിതാക്കളുണ്ടാവും, വ്യാപകമായിട്ടില്ല. അവർക്കൊരു ഭക്ഷണം നമ്മൾ വർഷങ്ങളായി കൊടുക്കുന്നത് നമ്മുടെ സേട്ടുമാരാണ്. അവരത് മാത്രമാണ് ചെയ്യുന്നത്. ബാക്കി മദ്രസയിലെ മജ്‌ലിസുന്നൂർ നടത്തുന്നതും ലളിത നടത്തുന്നതും കുട്ടികളുടെ പരാമർശം നടത്തുന്നതും ആരുമല്ല, അത് നമ്മൾ തന്നെയാണ്. മദ്രസ കമ്മിറ്റിക്കാരും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട നമ്മളൊക്കെ തന്നെയാണ്. അപ്പൊ ഇത്രയും വർഷം അവർ ഭക്ഷണം കൊടുത്തിരുന്നു. അൽഹംദുലില്ലാ, അതിന് വളരെ ഭംഗിയായി ചെയ്ത് അവർക്കൊക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. അതൊന്ന് മരിച്ചു അവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഇപ്പൊ പുതിയൊരു ഭരണസമിതി വന്നിട്ടുണ്ട്. അവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല എന്ന് പറയുന്നു. അവർ പറയുന്നത് നബിദിനത്തിലുള്ള കുട്ടികളുടെ ഭക്ഷണം ഞങ്ങൾ തരില്ല, വേണ്ട, നമ്മൾ ആരുടെയും കൈയും കാലും പിടിച്ച് അയക്കുന്നു. നിങ്ങൾ തരില്ലെങ്കിൽ വേണ്ട, ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കും. വിശ്വാസമില്ലാത്തവരുടെ 1 രൂപ പോലും നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല. കേട്ടല്ലോ, ഇവിടെ ഉസ്താദ് എന്താ പറയുന്നത്? ഒരു പുതിയ ഭരണസമിതി പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. ഇപ്പൊ പുതിയൊരു ഭരണസമിതി വന്നിട്ടുണ്ട്, അവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല എന്ന് പറയുന്നു. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഈ പുതിയ ഭരണസമിതി എന്ന് പറയുന്ന ഒരു വസ്തു, ആ വസ്തുവിനാണോ വിശ്വാസമില്ലാത്തത്? എന്നാൽ ആ ഭരണസമിതിയിലുള്ള ഞാൻ അടക്കമുള്ള 10 സേട്ടുമാരുണ്ട്, ഇവർക്കാണോ വിശ്വാസമില്ലാത്തത്? ആർക്കാണ്? അത് ഈ കമന്റ് ചെയ്ത ആർക്കെങ്കിലും ഉസ്താദിനും വ്യക്തമാക്കാൻ കഴിയുമോ? സഹോദരങ്ങളെ, ഞങ്ങളുടെ ഈ ട്രസ്റ്റ് ഭരിക്കേണ്ട ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരുപാട് ജനറൽ ബോഡി മെമ്പർമാരെല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ 10 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ഈ 10 അംഗ കമ്മിറ്റി അവരുടെ നേതാവായിക്കൊണ്ട്, അവരുടെ ലീഡർ ആയിക്കൊണ്ട്, അവരുടെ അമീർ ആയിക്കൊണ്ട്, അവരുടെ മുത്തവല്ലി ആയിക്കൊണ്ട് എന്നെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുത്തതിന്റെ റിപ്പോർട്ട് വഖഫ് ബോർഡിൽ കൂടെ ഞങ്ങൾക്ക് എനിക്ക് എന്നെ മുത്തവല്ലിയായി അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ പിന്നിലുള്ള ബാക്കി 9 സേട്ടുമാരുടെയും, എൻ്റെ സഹോദരന്മാർ, ഈ സഹോദരന്മാരെന്ന് പറയുന്നത് ഒരു ഉമ്മ വാപ്പാക്ക് ജനിച്ചിട്ടുള്ള സഹോദരന്മാർ, എൻ്റെ വാപ്പാടെ അനുജന്റെ മക്കൾ. അപ്പൊ ഞങ്ങൾ ബ്ലഡ് റിലേഷനിൽപ്പെട്ട സഹോദരങ്ങളാണ്. ഈ സഹോദരങ്ങളുടെ 9 പേരുടെ നേരെ ആരെങ്കിലും വിരൽ ചൂണ്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ആ വിരൽ ചൂണ്ടിയതിനെതിരെ മറുപടി പറയേണ്ട ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം എനിക്കില്ലേ? അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾ സ്വയം ചിന്തിക്കൂ. കമന്റ് ചെയ്തതിലൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഉൾപ്പെടുന്ന 10 സഹോദരന്മാരുടെ, അതുപോലെ 5-6 സഹോദരന്മാരുടെ ഒരു ടീമിനെ ആരെങ്കിലും പബ്ലിക്കിൽ വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാതിരിക്കൂ. ഈ കമന്റ് ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് പ്രതികരണശേഷി ആ വിഷയത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് പ്രതികരണശേഷിയുള്ള ഒരു വ്യക്തിയാണ്. ഉസ്താദ് എന്നെ കുറിച്ച് പറഞ്ഞു എന്ന് വിചാരിക്കുക, അയാളൊരു വിവരമില്ലാത്ത മനുഷ്യനാണ്, അല്ലെങ്കിൽ അയാൾ കൊള്ളൂല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ ഇത്രയും വൈകാരികമായി പ്രതികരിക്കുകയൊന്നുമില്ല. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഈ സേട്ടുമാർക്ക് വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ ഇത് ഈമാന്റെ ഭാഗമാണ്, വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ഉസ്താദെ, ഞങ്ങളുടെ ഈമാൻ ഉസ്താദ് അളക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയാൻ കാരണം. അതിലെന്താണ് തെറ്റ്? ഞങ്ങളുടെ 10 സേട്ടുമാർക്ക്, ആൾക്കാർ പറയുന്നത് സേട്ടുമാരെ ഒന്നടങ്കം പറഞ്ഞു എന്ന് ഉസ്താദ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. സേട്ടുമാരെ ഒന്നടങ്കം പറഞ്ഞു ഉസ്താദ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ 10 പേരെ കുറിച്ചാണ്. അപ്പൊ സേട്ടുമാരെന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്രാക്കറ്റിൽ 10 എന്ന് എഴുതണം. അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങനെ എഴുതിയിട്ട് പറയാം. പക്ഷെ 10 ആണെന്നുണ്ടെങ്കിലും 5 ആണെന്നുണ്ടെങ്കിലും ഒരു പണ്ഡിതനെ സംബന്ധിച്ച് അദ്ദേഹം പറയേണ്ടത് എന്തായിരുന്നു? നമുക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന സേട്ടുമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ തവണ മുതൽ കൊടുക്കുന്നില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സഹോദരങ്ങളെ
നമ്മളുടെ ഈ ഭക്ഷണ പരിപാടിക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും മുൻപോട്ട് വന്ന് സംഭാവന തന്നാൽ നമുക്കത് വളരെ പൂർവാധികം ഭംഗിയായിട്ട് അവർ നടത്തിയിരുന്നതിനേക്കാളും ഭംഗിയായിട്ട് നമുക്ക് നടത്താം എന്ന് പറയുകയാണ് വേണ്ടത്. പകരം ഇദ്ദേഹം എന്താ പറയുന്നത് കേട്ടോ, ചങ്കിൽ കൊള്ളുന്ന വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ഭക്ഷണം നമ്മൾ വർഷങ്ങളായി കൊടുക്കുന്നത് നമ്മുടെ സേട്ടുമാരാണ്. അവരത് മാത്രമാണ് ചെയ്യുന്നത്. കേട്ടില്ലേ? വേറെ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറയും, ഞങ്ങൾ ചെയ്യും. പക്ഷെ പബ്ലിക്കായി വന്നിട്ട് പള്ളി നിറയെ ആൾക്കാർ ഇരിക്കുന്നിടത്ത് വന്നിട്ട് ഞങ്ങളുടെ കുടുംബത്തെ, പ്രത്യേകിച്ച് ഞങ്ങൾ 10 സേട്ടുമാരെ കമ്മിറ്റി എങ്ങനെ ഇകഴ്ത്തുക എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. നിങ്ങൾ കമന്റിൽ കൂടെ എന്ത് പറഞ്ഞാലും ശരി. എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള താഹിർ ഒരു സഹോദരന്റെ മാതിരിയാണ്. അദ്ദേഹം ചോദിക്കുന്നത് പബ്ലിക്കിൽ വന്ന് ഇത് അലക്കണമെന്നാണ് ചോദിക്കുന്നത്. താഹിറെ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ കുടുംബത്തെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഉസ്താദ് പള്ളിയിൽ വെച്ച് അവഹേളിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാവരുടെ വീട്ടിൽ, ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിരുന്ന അത്രയും ആളുകളുടെ വീട്ടിൽ കാൽനടയായിട്ട് പോയിട്ട് ഉസ്താദ് പറഞ്ഞ ശരിയല്ല എന്ന് നിങ്ങൾ പറയുമോ? അതോ ആ പള്ളിയിൽ വന്നിട്ടുള്ള എല്ലാവരുടെയും ഫോൺ നമ്പർ എടുത്തിട്ട് നിങ്ങൾ അവർക്ക് വിളിച്ച് പറയുമോ? ഇത് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ, ഒരു സ്റ്റേജ് കെട്ടി മൈക്ക് വെച്ച് ഖണ്ഡനം എന്നോ മുഖാമുഖം എന്നോ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിഷയം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമോ? നാലാമത്തെ വിഷയം, 10 പൈസ ചെലവില്ലാതെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സകല ആൾക്കാരുടെ അടുത്തും അത് എത്തുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം താഹിറെ? ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടി അല്ലേ എനിക്ക് 10 പൈസ ചെലവില്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റുകയുള്ളൂ, കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അലക്കി തേച്ചു എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല താഹിറെ. എനിക്ക് താഹിറിനോടുള്ള സ്നേഹം അത് നിസ്സീമമാണ്, അളക്കാൻ കഴിയാത്ത സ്നേഹമാണ്. പക്ഷെ ദീനിന്റെ വിഷയം വരുമ്പോൾ അവിടെ ബന്ധങ്ങളില്ല. അവിടെ അള്ളാഹുവും റസൂലും, അത് കഴിഞ്ഞേ ബാക്കി കാര്യങ്ങളുള്ളൂ. പിന്നെ ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചത് എന്തിനെന്നാൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ വീഡിയോ. അല്ലാതെ ഞങ്ങളെ ഇകഴ്ത്താനും പുകഴ്ത്താനും ഒന്നുമല്ല. 300 വർഷം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന സഹാബിമാർ, അതിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന താബിമാർ, അതിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന ഇമാമുമാർ, അവരാരും തന്നെ ആഘോഷിക്കാത്തൊരു നബിദിനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് 300 കൊല്ലം വരെ ആരും ചെയ്യാത്തൊരു നബിദിനം, അതിനെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് തോന്നുന്നെങ്കിൽ എന്നെ തിരുത്തട്ടെ എന്ന നിലക്കാണ് ഞാനത് പറഞ്ഞത്. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ നാട്ടിൽ 2 മദ്ഹബുകളാണുള്ളത്. മെയിനായിട്ട് നിൽക്കുന്നത് ഷാഫി മദ്ഹബും കുറച്ച് ഹനഫി മദ്ഹബും. ഹനഫി ഇമാമിൽ നിന്നോ ഷാഫി ഇമാമിൽ നിന്നോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ശരിയല്ല, ഇവരൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു തെളിവ് നിങ്ങൾ എനിക്ക് തരും എന്ന വിശ്വാസത്തിലാണ്, എന്നെ തിരുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞിട്ടുള്ള കമന്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കുക. അതുപോലെ തന്നെ വേറൊരു കക്ഷി പറഞ്ഞിരിക്കുന്നത് ഒന്നടങ്കം ശേഖുമാരെ ഉസ്താദ് പറഞ്ഞു, ഒന്നടങ്കം ശേഖുമാരെ ഉസ്താദ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായിട്ടുണ്ടോ? അതേപോലെ തന്നെ വേറൊരു കക്ഷി പറയുകയാണ് പച്ചക്കളവാണ് പറയുന്നത്. ഞാൻ എവിടെയാണ് പച്ചക്കളവ് പറഞ്ഞിട്ട്? ഞാൻ വളരെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വിഷയത്തിൽ, കളവ് പറയുന്ന വിഷയത്തിൽ. ഒരാളുടെ മേൽ നിങ്ങൾ കളവ് ആരോപിക്കുകയാണെന്നുണ്ടെങ്കിൽ 10 പ്രാവശ്യം ചെക്ക് ചെയ്തിട്ട് വേണം അയാളുടെ മേൽ കളവ് ആരോപിക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ കള്ളനായി മാറും. ഒരാളുടെ മേൽ ഒരു കളവ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ കളവ് പറഞ്ഞിട്ടാണ് മരിക്കുന്നതെങ്കിൽ അത് തിരുത്താതെ, മനഃപൂർവ്വം അത് തിരുത്താതെ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. കാരണം എന്താണെന്നറിയാമോ? ഖുർആനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ബലഅനത്തുല്ലാഹി അലൽ കാദിബീൻ. കളവ് പറയുന്നവന് അള്ളാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കും. അള്ളാഹുവിന്റെ ശാപം പേര് ജീവിക്കുന്ന മനുഷ്യൻ സ്വർഗത്തിൽ പോകുമോ? പോയില്ല. കൃത്യമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്റെ പേരിൽ കളവ് ആരോപിക്കുന്നവർ അത് തെളിയിക്കണം. ഞാൻ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് സേട്ടുമാർ ഒന്നടങ്കം ഉസ്താദ് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ സേട്ടുമാർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്റെ 10 സഹോദരങ്ങളെ കുറിച്ചാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഉസ്താദിന്റെ വ്യാഖ്യാനം, ഉസ്താദ് പറഞ്ഞത് പുതിയ ഭരണസമിതി എന്ന് പറയുന്നിട്ട് അവരുടെ മേലിൽ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണം, അവർക്ക് വിശ്വാസമില്ല എന്നുള്ള ആരോപണം, അത് മറ്റുള്ളവർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാധകം തന്നെയാണ്. അബ്ദുൽ ലത്തീഫ് ഹാജി ഇസ്മായിൽ സേട്ട്, ബുഡ്ഡ സേട്ട് എന്ന് പറയുന്ന ചേറ്റുവായിലെ വഖഫിയുടെ അനന്തരാവകാശികളുടെ ലിസ്റ്റാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫസ്റ്റ് ജനറേഷൻ, അദ്ദേഹത്തിന്റെ മക്കൾ 14 പേരാണ്. മക്കളുടെ മക്കൾ, അതായത് എൻ്റെ ജനറേഷൻ 37 പേരാണ്. എൻ്റെ മക്കളുടെ ജനറേഷൻ, അവരുടെ സഹോദരന്മാർ 95 പേരാണ്. അപ്പൊ മൊത്തം 146
മക്കളും പേരക്കുട്ടികളും ഉണ്ട്. അബ്ദുൽ ലത്തീഫ് ഹാജിക്ക്, അദ്ദേഹം വാക്കഫിക്ക്, അതിൽ 39 പേര് മരണപ്പെട്ടു പോയി. ബാക്കി 107 പേര് ജീവിച്ചിരിപ്പുണ്ട്. ഈ ജീവിച്ചിരിക്കുന്ന 107 ആളുകളുടെ പേരും ഫോൺ നമ്പറുകളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എടുത്ത സൈഡ് 146 സീരിയൽ നമ്പർ. 107 പേരാണ് ജീവിച്ചിരിക്കുന്നത്. സേട്ടു സമൂഹത്തെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ് ഈ 10 പേർ. ഈ 107 പേരടങ്ങുന്ന വേറൊരു മെയിൻ ഗ്രൂപ്പ് ഉണ്ട്. അത് കൊച്ചിയിലാണ്, കച്ചി ഇമാമൻ ജമാഅത്ത്. ആ ജമാഅത്തിനകത്ത് 1300 ഫാമിലീസിന്റെ പേരും ഫോൺ നമ്പറും ഫോട്ടോയും ഒക്കെ ഉണ്ട്. അതാണ് ഈ ഡയറക്ടറി, കച്ചി ഇമാമൻ ജമാഅത്ത് ഡയറക്ടറി 2025. ഈ ഡയറക്ടറിക്കകത്ത് 1300 ഫാമിലിയുടെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് MP ഹൈബി ഈഡൻ കഴിഞ്ഞ വർഷം വന്ന് ഷാദി മഹലിൽ വെച്ചിട്ടാണ് ഈ പുസ്തക പ്രകാശനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം, ഇത്തരത്തിലൊരു സെറ്റപ്പോടുകൂടി ജീവിച്ചു വരുന്ന ഒരു സേട്ട് ഫാമിലി, അതിലുള്ള 10 മെമ്പർമാർക്ക് വിശ്വാസമില്ല എന്നൊക്കെ ആരോപണം നടത്തുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ള സേട്ടുമാർക്ക് ദുഃഖങ്ങളുണ്ടാകും, വിഷമമുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഉസ്താദിനെയും ആ ഉസ്താദിനെ അനുകൂലിച്ചുകൊണ്ട് കമന്റ് ചെയ്യുന്നവരും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. സേട്ടുമാർക്ക് ഒന്നടങ്കം വിശ്വാസമില്ല എന്ന് സുലൈമാൻ സേട്ട് പറഞ്ഞു എന്ന് കമന്റ് ചെയ്ത ആളോട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ എവിടെയാണ് സുഹൃത്തെ പറഞ്ഞത് സേട്ടുമാർക്ക് ഒന്നടങ്കം വിശ്വാസമില്ല എന്നുള്ളത്? ഞങ്ങളെ ഭരിക്കാൻ വേണ്ടി, ഞങ്ങളെ 10 പേരെ ഭരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഈ ആളുകൾക്കൊക്കെ, ഞങ്ങളുടെ ജനറൽ ബോഡിയിലുള്ള മെമ്പർമാർക്കൊക്കെ ഇതൊക്കെ ബാധകമാകുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്നേഹത്തോടു കൂടിയാണ് പോകേണ്ടത്. ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ടായി, ദുഃഖമുണ്ടായി. ആ ദുഃഖം 1. നമ്പർ 2, എന്റെ 9 സഹോദരന്മാർ, എന്റെ പിന്നിലുള്ള 9 സഹോദരന്മാർക്ക് അവർക്കെതിരെ പറഞ്ഞതിനെ അതിനെ ക്ലിയർ ചെയ്ത് കൊടുക്കുക, അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് തിരുത്തി കൊടുക്കുക. അതാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അതെന്റെ ഡ്യൂട്ടിയാണ്, ധാർമ്മികമായ കടമയാണ്. അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങൾ, നിങ്ങളത് മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.